യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, KSUവിന്റെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടി വിയിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിക്കും എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. ഒരു മണ്ഡലത്തിൽ 25 പേര്. നമസ്കാരം. ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു പാരമ്പര്യ രോഗമാണ്. പാർട്ടി വഴി കിട്ടാവുന്നതൊക്കെ നേടിക്കഴിഞ്ഞ് പ്രകൃതി തന്നെ വിശ്രമ ജീവിതം വിധിക്കുന്ന നേതാക്കൾക്കുണ്ടാകുന്ന രോഗം. തന്റെ പിന്നാലെ വരുന്നവരുടെ മുതുകത്ത് കയറുക, സ്വന്തമായി കുതിരയുള്ളവരാണെങ്കിൽ മറ്റുള്ളവരുടെ മേൽ കുതിര കയറുക എന്നതൊക്കെയാണ് ഈ രോഗത്തിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ. കോൺഗ്രസിൽ വളർന്ന് കുര്യനോളം വളർന്നവരിലും മുൻ KPCC പ്രസിഡന്റുമാരിലുമാണ് ഈ രോഗം കലശലായി കണ്ടുവരുന്നത്. എന്തിനധികം അത് K. സുധാകരനിലേക്ക് പോലും പടർന്നു പിടിച്ചു കഴിഞ്ഞു. മഹാത്മാഗാന്ധി നാഥുറാം ഗോഡ്സെയുടെ വെടിയുണ്ടയ്ക്ക് ഇരയാകാതെ 100 വയസ്സുവരെ ജീവിച്ച് വെന്റിലേറ്ററിൽ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഗതി എന്താകുമായിരുന്നു? അദ്ദേഹം വിമർശിച്ചും ശകാരിച്ചും കോൺഗ്രസിനെ നാട്ടിൽ നിന്ന് തന്നെ തുരത്തുമായിരുന്നില്ലേ? അതുകൊണ്ട് കുര്യൻ സാറിനെ വിമർശിക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ തന്നെ ഒന്ന് പറ. സുവർണ ജൂബിലി പിന്നിട്ടവരും 1000 പൂർണ്ണചന്ദ്രനെ കണ്ടവരും നവതി ആഘോഷിക്കാൻ ഇരിക്കുന്നവരും സ്വന്തം തലച്ചോറ് കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ പാർട്ടിയുടെ കുറ്റം കണ്ടുപിടിക്കുകയല്ലാതെ വേറെ എന്താണ് ചെയ്യുക? പാർട്ടിയെക്കുറിച്ചും അതിലെ ഇപ്പോഴത്തെ നേതാക്കളെക്കുറിച്ചും യുവജനങ്ങളെക്കുറിച്ചും എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? ഏതെങ്കിലും ചാനലുകാർ തിരിഞ്ഞു നോക്കുമോ? ഒരിക്കൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ സുഹൃത്തിനോട് പറഞ്ഞു, മനുഷ്യനെ പോലെ പെരുമാറുന്ന ഒരു പുതിയ തരം കമ്പ്യൂട്ടർ ഞാൻ കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് എന്നായി കൂട്ടുകാരൻ. അതിന് എപ്പോഴെങ്കിലും തെറ്റുപറ്റിയാൽ അത് മറ്റ് കമ്പ്യൂട്ടറുകളെ കുറ്റം പറയും എന്നായിരുന്നു കണ്ടുപിടുത്തക്കാരന്റെ മറുപടി. ഈ കമ്പ്യൂട്ടർ ജനറേഷനിൽ പെട്ടവരാണ് മുന്തിയ കോൺഗ്രസ്സുകാരും മുൻ പ്രസിഡന്റുമാരും. കുറ്റം പറയാതെ അവർക്ക് ജീവിക്കാനാവില്ല. മൂത്ത് ഒരു കുര്യൻ സാറായി മാറുമ്പോൾ ജൈവ പാരമ്പര്യം അനുസരിച്ച് ഇതൊക്കെ തന്നെയാണ് മക്കളെ നിങ്ങളും ചെയ്യാൻ പോകുന്നത്. കുര്യൻ സാറിനെ കുറിച്ച് എഴുതിയ അനുഭവവും അനുമോദനവും എന്ന പുസ്തകത്തിലുള്ള അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കുക. പറയാനുള്ളത് പാർട്ടിക്കകത്ത് യുക്തമായ വേദികളിൽ പറയുകയാണ് എന്റെ രീതി. പാർട്ടിക്ക് പുറത്ത് പറയാറില്ല. അച്ചടക്കം ഭയന്നല്ല, മറിച്ച് അത്തരം കാര്യങ്ങൾ പാർട്ടിക്ക് പുറത്ത് പറയുന്നത് അഭികാമ്യമല്ല എന്നതുകൊണ്ടാണ്. ഇതേ PJ കുര്യനാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ചാനൽ സാന്നിധ്യത്തെ വിമർശിച്ച അദ്ദേഹം ഒന്നും പാർട്ടിക്ക് പുറത്തു പറയാത്ത ആളായതിനാലാണ് ചാനലുകളുടെ മുന്നിൽ തന്നെ പറയാനുള്ള എളിമയും വിനയവും മര്യാദയും കാട്ടിയത്. ഇതിൽ കുര്യൻ സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരുപാട് കാലം അധികാരത്തിൽ മാത്രം ഇരുന്ന ഒരാൾക്ക് ഒന്ന് ലൈം ലൈറ്റിൽ നിൽക്കാൻ പാല് കൊടുത്ത കൈക്ക് കൊത്തുകയല്ലാതെ എന്താണ് വഴി? വേദപാഠ ക്ലാസ്സിൽ ടീച്ചർ കുര്യൻ എന്ന കുട്ടിയോട് ചോദിച്ചു, നീ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? കുര്യൻ പറഞ്ഞു, എന്നെ തന്നെ. ടീച്ചർ ചോദിച്ചു, അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ ടീച്ചർ എന്നായിരുന്നു കുര്യൻ കുഞ്ഞിന്റെ മറുപടി. കുര്യൻ സാറിനെ നിങ്ങൾക്ക് ആ കുട്ടിയായി കാണാൻ കഴിഞ്ഞാൽ എല്ലാ മുറുമുറുപ്പും അവസാനിക്കും. ഇങ്ങനെ കുറ്റം മാത്രം വിളിച്ചു പറയുന്ന രോഗികൾക്കുള്ള ഏക ശിക്ഷ അവഗണന മാത്രമാണ്. അങ്ങനെ അവഗണിക്കുമ്പോൾ PC ചാക്കോമാരും KV തോമസുമാരും ഉണ്ടാകും. അത് കോൺഗ്രസ്സുകാർക്ക് മൊത്തത്തിൽ ഒരു രക്ഷയാണ്.